വിജയകരമായി സമാപിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ വേലിയേറ്റവും വേലിയിറക്കവും നിർണായക പങ്കുവഹിക്കുന്ന ഈ ജലാശയത്തിൽ നമുക്ക് കടുത്ത വേലിയിറക്കത്തിന് മുമ്പായി ഇന്നത്തെ ജലമേള വിജയകരമായി സമാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മത്സരത്തിൻ്റെ ആദ്യപാദത്തിലും ഫൈനൽ മത്സരത്തിലും ഒഫീഷ്യൽസ് നൽകുന്ന നിർദ്ദേശം പാലിച്ച് സമയനിഷ്ഠയോടെ കഴിയുന്നത്ര വേഗത്തിൽ ഈ മേള പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. സർക്കാർ സംഘടിപ്പിക്കുന്ന, കേരള സർക്കാർ സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഈ 5ാമത് എഡിഷന്റെ ആരംഭമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മാസ്റ്റിൽ നടത്താവുന്നതാണ്. ഒരു സെക്കൻഡ് നടുവിലെ പറമ്പറ്റുണ്ട് ഹിമാലയൻ ബോട്ടിലെ തുടരുകൾ കുണ്ടൻ ഭാര്യയെ ചങ്ങനാശ്ശേരി പ്ലീസ് ഇനി മാസ്റ്റിൽ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ കായംകുളം എഡിഷൻ ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പുള്ള മാസ്റ്റിലിന്റെ ഫ്ലാഗ് ഓഫ് ആണ്. ഈ വള്ളംകളിയുടെ സമുദ്ഘാടകനായിട്ടുള്ള പ്രിയപ്പെട്ട
എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷാനിപ്പോഴും കൂടെ ആരംഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇക്കരെ ഇറക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മോട്ടോർ ബോട്ടുകളിൽ ഇക്കരെ കയറ്റി ഇറക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നു. ആദ്യം ഈശ്വര പ്രാർത്ഥന, കുമാരി നക്ഷത്ര. ബഹുമാന്യരെ, നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ എ അൻസാർ KAS അവറുകളാണ്. അദ്ദേഹത്തെ ആദരവോടെ
അധ്യക്ഷവേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നത് കായംകുളം നഗരസഭാ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സരൽ ശിവനാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കായംകുളം നഗരസഭാ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ 5ാമത് എഡിഷൻ ഇന്നിവിടെ കായംകുളം ജലാശയത്തിൽ വള്ളംകളി ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഡോക്ടർ എ അൻസാർ KS. ഈ പരിപാടിയുടെ എല്ലാം മുഖ്യ സംഘാടക കായംകുളത്തിൻ്റെ ബഹുമാനിയായ MLA യു പ്രതിഭ, കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അവർകൾ. നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേണൽ ഋഷിരാജ് ലക്ഷ്മി അവർകളാണ്. അദ്ദേഹം നമ്മുടെ മുൻ MLA TK സദാശിവൻ അവർകൾ തുടങ്ങി ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ നേരെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ പതാക ഉയർത്തിയത് ശ്രീ സന്തോഷ് കുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ, കേന്ദ്രീയ വിദ്യാലയമാണ്. അദ്ദേഹത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ളത് ഡോക്ടർ എ അൻസാർ KS ആണ്. ശ്രീ അൻസാർ KS അവർകളെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അറിയാം, ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് MCC നിലനിൽക്കുന്നതിനാൽ നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഈ പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനും മറ്റും കുറേ പ്രോട്ടോകോൾ പ്രകാരം കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ഇതിൻ്റെ മുഖ്യ സംഘാടക നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷമായി ഈ ചാമ്പ്യൻസ് ലീഗിന് ചുക്കാൻ പിടിക്കുന്നത് ഒരുപാട് കഷ്ടപ്പാട്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപാട് അക്ഷീണം പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കെല്ലാം അറിയാം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട MLAയും MLA ടീമുമാണ്. ചടങ്ങിൽ ഔദ്യോഗികമായ സ്ഥാനങ്ങൾ വഹിക്കുന്നില്ല എങ്കിൽ പോലും ബഹുമാനപ്പെട്ട MLA നമ്മളുടെ എല്ലാം പേരിൽ ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭ അധ്യക്ഷ ശ്രീമതി പി ശശികല ഇവിടെ സന്നിഹിതയായിട്ടുണ്ട്. ഈ ചാമ്പ്യൻസ് ലീഗ് എൻ്റെ പേരിൽ മാഡത്തെ ഞാൻ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വൈസ് ചെയർമാൻ ശ്രീ J ആദർശ്, അദ്ദേഹം ഇവിടെയുണ്ട്. കൂടാതെ ഒരുപാട് കൗൺസിലേഴ്സ് ഉണ്ട്. ബഹുമാനപ്പെട്ട മുൻ MLA CK സദാശിവൻ അവർകളുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ പരിപാടിക്ക് മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നത് 7-8ഓളം ക്ലബ്ബുകളാണ്, ചുണ്ടൻ വള്ളങ്ങളാണ്. അവരുടെ ഭാരവാഹികളെ, തുഴച്ചിക്കാരെ, സർവോപരി ഈ പരിപാടി കാണാൻ വേണ്ടി എത്തിയിട്ടുള്ള മുഴുവൻ കായംകുളത്തെ വള്ളംകളി പ്രേമികളെയും പത്രമാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. വേദിയിലുള്ള ബഹുമാന്യരെ, കായംകുളം നിവാസികളായിട്ടുള്ള വള്ളംകളി കാണാനെത്തിയിട്ടുള്ള പ്രേമികളെ, എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടത്തിനുള്ളിൽ നിന്നാണ് നമ്മൾ ഈ കായംകുളം ജലോത്സവം ഇന്നിവിടെ നടത്തുന്നത് എന്നെല്ലാവർക്കും അറിയാം. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം എഡിഷൻ കേരളത്തിലെ 13 വേദികളിലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ചുണ്ടൻ വള്ളങ്ങളുടെ 10 വേദികളിൽ 8ാമത്തെ വേദിയാണ് കായംകുളം ജലോത്സവമായി ഇന്നിവിടെ അരങ്ങേറുന്നത്. ഇനി 2 മത്സരം കൂടി കഴിയുമ്പോൾ നമ്മൾ പ്രസിഡൻസ് ട്രോഫി മത്സരത്തോടു കൂടി CBL 2025 ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുകയാണ്. 25 ലക്ഷം രൂപ ഒന്നാം സമ്മാനം
സംസ്ഥാന സർക്കാർ നൽകുന്ന CBL 2025 ഫൈനൽ മത്സരത്തിലേക്ക് എത്തുന്ന ഓരോ ജലോത്സവങ്ങളും വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ നാടും കേരള സമൂഹവും പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. അത്തരത്തിലൊരു വലിയ വിജയമായി നമ്മുടെ കായംകുളത്തെ ജലോത്സവവും മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദീർഘമായിട്ടുള്ള മറ്റ് സംസാരങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ ഈ ചടങ്ങിൽ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നടക്കുന്ന ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് കേണൽ ശ്രീ കൃഷി രാജലക്ഷ്മി അവറുകളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഈ മഹത്തായ ഈ ജലോത്സവം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ധീരനായ ഇന്ത്യൻ ആർമിയിലെ സൈനികനായ ലഫ്റ്റനന്റ് കേണൽ ശ്രീ ഋഷിരാജ ലക്ഷ്മി അവറുകളാണ്. വളരെ തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ലഫ്റ്റനന്റ് കേണൽ ഋഷിരാജ ലക്ഷ്മി സാറിനോടുള്ള നന്ദിയും കടപ്പാടും സംഘാടക സമിതി രേഖപ്പെടുത്തുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും നിർഭയനായ മനുഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 2017 പുൽവാമ ഏറ്റുമുട്ടലിൽ ഗുരുതരമായ പരിക്കേറ്റെങ്കിലും സൈന്യത്തിൽ തുടർന്നും സേവനമനുഷ്ഠിച്ച് അദ്ദേഹം രാജ്യത്തിന് മാതൃകയായി. 2017 മാർച്ചിൽ പുൽവാമയിൽ നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനിടെ ഭീകരവാദികളുടെ വെടിയേറ്റ് അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ഗുരുതരമായ പരിക്കേറ്റു. മൂക്കിലും മുഖത്തും താടിയലിലും വെടിയേറ്റെങ്കിലും അദ്ദേഹം പോരാട്ടം തുടർന്ന് ഭീകരരെ വധിക്കുകയും തൻ്റെ സംഘത്തെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു. 28ലധികം പുനർനിർമ്മാണ ശസ്ത്രക്രിയകൾക്ക് വിധേയനായെങ്കിലും മുഖത്തെ പരിക്കുകൾ പൂർണ്ണമായും ഭേദമായിട്ടില്ല. അതിനാൽ അദ്ദേഹം ഇപ്പോൾ ഡ്യൂട്ടിക്കിടെ ഒരു പ്രത്യേക മുഖാവരണം ധരിച്ചാണ് സേവനം ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിന് മാസ്ക് ധരിച്ച സൈനികൻ എന്ന പേര് നേടിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ധീരതയ്ക്കും നേതൃപാടവത്തിനും 2017 സേനാ മെഡൽ ഫോർ ഗാലൻട്രി നൽകി രാജ്യം ആദരിച്ചു. സൈനിക സേവനത്തിന് പുറമെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമാണ്. 2024 ഓഗസ്റ്റിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. കഠിനമായ പരിക്കുകളിൽ നിന്ന് മുക്തി നേടി സേവനത്തിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതം സൈനികർക്കും യുവാക്കൾക്കും ഒരുപോലെ പ്രചോദനമാണ്. നിലവിൽ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ചുമതല വഹിക്കുന്ന അദ്ദേഹം സൈനിക പരിശീലന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. ഏറെ ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി സാറിനെ ഈ ജലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഏറെ അഭിമാനത്തോടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ഹ്രസ്വമായ ഒരു ഉദ്ഘാടന പ്രഖ്യാപനം നടത്താൻ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി അവர்களെ സസ്നേഹം ക്ഷണിക്കുന്നു. I'm so grateful for those gracious and generous words showered on me. Gratitude to one and all. Thank you so much. എന്നെ ഇവിടെ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട MLA ആദ്യം വിളിച്ചപ്പോൾ ഇതൊരു എസ്പെഷ്യലി ഇലക്ഷൻ സീസൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഞാൻ വരില്ല, നമുക്ക് രാഷ്ട്രീയമില്ല. അപ്പോൾ MLA പറഞ്ഞത് ഇവിടെ ഒരു രാഷ്ട്രീയവുമില്ല, രാഷ്ട്രം മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെയൊരു താങ്ക് യു സോ മച്ച്. അങ്ങനെയൊരു കാര്യത്തിന് വരാൻ എനിക്ക് ഓർഗനൈസേഷനും അതെ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഫിയർലെസ് എന്നൊക്കെ പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഫിയർലെസ് ആണെന്ന് പറഞ്ഞാൽ അത് എനിക്കാണ് നാണക്കേട്. അപ്പോൾ തന്നെയല്ല, ഞാൻ ലീവിലാണിപ്പോൾ, അതുകൊണ്ടാണ് എനിക്കിവിടെ വരാൻ ഫ്രീ ആയിട്ട് കഴിഞ്ഞതും. ഒരു ലോങ് ലീവിലാണ് ഞാൻ. പിന്നെ ഔപചാരികതയുടെ ആവശ്യമെന്നോണം ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്നു. ഇത് ഞാൻ ആദ്യമായാണ് വള്ളംകളി കാണുന്നത്. അതിന് കായംകുളത്തോനും MLAയ്ക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നതിന്, എൻ്റെ നാട്ടിൽ തന്നെ ആദ്യമായി എത്തി ഇങ്ങനെ നല്ലൊരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിന് ഒരുപാട് നന്ദി. താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ്. ഈ അത്യന്തം ആവേശകരമായ ഈ CBL മത്സരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ CBL മത്സരങ്ങളുടെ ഒക്കെ സംസ്ഥാന തലത്തിൽ നേതൃത്വം വഹിക്കുകയും കായംകുളത്ത് ജലമേള സംഘടിപ്പിക്കാൻ മുൻകൈയെടുക്കുകയും ചെയ്ത മുൻ MLA ശ്രീ CK സദാശിവനെ ഒരു ആമുഖ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. വഞ്ചിപ്പാട്ട് അല്ലേ? സ്വാഗത പ്രാസംഗികൻ ഇവിടെ പരിചയപ്പെടുത്തിയ വേദിയിലുള്ള അത്യന്തം ബഹുമാന്യരായ ഉദ്യോഗസ്ഥ പ്രമുഖരെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജലകായിക താരങ്ങളെ, സുഹൃത്തുക്കളെ, കായംകുളം ജലോത്സവം ഇവിടെ ഇന്ന് അരങ്ങേറുകയാണ്. CBLൻ്റെ 5ാം പതിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജലോത്സവം ഇവിടെ നടക്കുന്നത്. ഇവിടെ പറഞ്ഞു, ഇത് കഴിഞ്ഞ് കല്ലടയും കൊല്ലത്ത് വെച്ച് ഈ ജലോത്സവം സമാപിക്കുകയാണ്. നെഹ്റു ട്രോഫിയിലെ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച 9 ജലരാജാക്കന്മാരെയാണ് CBLലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫൈനൽ മത്സരം, ലൂസേഴ്സ് ഫൈനൽ മത്സരം, സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം തീപാറുന്ന മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മത്സരം കാണാനാണ് നാടിൻ്റെ നാനാദിക്കിൽ നിന്ന് ഈ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കായംകുളത്തെ കായൽ നമുക്കറിയാം, കുഞ്ഞോളങ്ങൾ കൊണ്ട് അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കുഞ്ഞിരാമൻ ലോകശില്പി പറഞ്ഞത് കായംകുളം കായൽ ഡാൽ തടാകത്തേക്കാൾ മനോഹരമാണ്, അതിമനോഹരമായ കായലാണ്, പക്ഷെ മരിച്ചുകൊണ്ടിരിക്കുന്ന കായലാണ് എന്ന് ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി. ആ കായൽ ഇന്ന് ജീവൻ വെച്ചു. ഇവിടെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. കായംകുളം കായലുമായി അഭേദ്യമായ ബന്ധമാണ് ചുണ്ടൻ വള്ളങ്ങൾക്ക്. കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിലുള്ള യുദ്ധത്തിന് ഉപയോഗിച്ച യുദ്ധവാഹനമാണിത്. അമ്പലപ്പുഴ രാജാവ് കായംകുളം രാജാവ് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ 2 പ്രാവശ്യം യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ വീരനായിരുന്നു. പക്ഷേ ഈ ചുണ്ടൻവള്ളത്തിൻ്റെ നിർമ്മിതിയോടുകൂടി അതിർത്തി തർക്കം മൂത്ത് യുദ്ധം നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന പ്രദേശമാണ് ഈ കായംകുളം പ്രദേശം. അവസാനം അമ്പലപ്പുഴ
രാജാവ് കായൽ യുദ്ധത്തിൽ ജയിച്ചത് ഈ ചുണ്ടൻവള്ളത്തിലാണ്. വെങ്കിടയിൽ നാരായണനാശ രൂപകൽപ്പന ചെയ്തതാണ് ഈ ചുണ്ടൻവള്ളങ്ങൾ എന്നുള്ളത് ചരിത്ര സത്യമാണ്. അദ്ദേഹമാണ് ചുണ്ടൻവള്ളം ഈ രൂപത്തിൽ തച്ചുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇത് കരവിരുതാണ്. ഒരു യുദ്ധം വിജയിക്കുന്നതിന് വള്ളം എങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ കരവിരുതാണ് ഈ ചുണ്ടൻവള്ളം എന്നുള്ളത് മനസ്സിലാക്കണം. ആ ചുണ്ടൻവള്ളങ്ങളാണ് കായംകുളം കായാലിൽ ഏറ്റുമുട്ടുന്നതിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ജലയുദ്ധമാണ്, രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധമല്ല, ചുണ്ടൻവള്ളങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അതിഗംഭീരമായ ഒരു യുദ്ധമാണ്, തീപാറുന്നൊരു പോരാട്ടമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. കായംകുളം ജലോത്സവം നിന്ന് പോയപ്പോൾ, പൊളുങ്ങുന്ന ജലോത്സവം നിന്ന് പോയപ്പോൾ നെഹ്റു ട്രോഫിയിൽ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജലോത്സവങ്ങളെ പരിരക്ഷിപ്പിക്കുന്നതിന് വേണ്ടി CBL എന്ന് പറയുന്ന ആശയം തന്നെ രൂപം കൊണ്ടത്. തോമസ് ഐസക്കിനെ ഈ സന്ദർഭത്തിൽ നമുക്ക് സ്മരിക്കാതിരിക്കാനാവത്തില്ല. IPL മോഡലിൽ ജലോത്സവം, അതാണ് ഈ ജലോത്സവം. ആ രൂപത്തിലാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, പ്രസംഗം ഈ സമയത്ത് അധികം ആവശ്യമില്ല. പക്ഷെ വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് മറ്റൊരു അവസരത്തിൽ നമുക്കാകാം എന്ന് പറഞ്ഞുകൊണ്ട് കായംകുളം കായലുമായി ബന്ധപ്പെട്ട ഒരു വഞ്ചിപ്പാട്ടിന് 2 വരി പാടിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. കടലും കായലും പിന്നെ പുഴയും കനാലുകളും ഓടനാടിൻ അഭിമാന ജലയാനങ്ങൾ, പല്ലനയാറിൻകരയിൽ കുമാരകോടിയും പിന്നെ തെക്കുമാറി സ്ഥിതി ചെയ്യും അമൃതപുരി എന്ന് പറയുന്ന ആ വഞ്ചിപ്പാട്ട്. കായംകുളം പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം പ്രസിദ്ധമായ ഈ കായംകുളം കായൽ ഉണരുന്നു ഉണരുന്നു, കായംകുളം ഉണരുന്നു, വിനോദസഞ്ചാരികൾക്ക് പാതയൊരുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് 2010 സഖ VS ഈ ജലോത്സവം ഉദ്ഘാടനം ചെയ്തപ്പോൾ അന്ന് പാടിയ പാട്ടാണ്, ഞാൻ എഴുതിയ പാട്ടാണ് ആ വഞ്ചിപ്പാട്ട്. അഭിവാദ്യം അഭിവാദ്യം സഖ VSന് അഭിവാദ്യം, കേരളത്തിൻ മക്കൾ നൽകും ആദരവോടെ എന്ന് പറഞ്ഞിട്ടുള്ള വഞ്ചിപ്പാട്ട്. ഞാൻ വഞ്ചിപ്പാട്ടായിട്ട് പാടുന്നില്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. CBLന്റെ 5ാം എഡിഷന്റെ കായംകുളം മത്സരം ഇത് ആരംഭിക്കുന്നു. കമന്ററി പ്ലീസ്. Thank you, sir. Welcome to Champions Boat League 2025 Season 5 Match number 8 കായംകുളം കായലിൽ. ആദരണീയരായ ജലോത്സവ പ്രേമികൾക്ക് നമസ്കാരം. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസണിലെ 8ാം മത്സരത്തിന്റെ ഓണാട്ടുകരയുടെ കമന്ററി ബോക്സിൽ ഞാൻ ചമ്പക്കുളം ജോളി എതിരേറ്റ് D സജി ഹരിപ്പാട്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസണിൽ മത്സരത്തിന്റെ ആവേശം കൊണ്ട് മത്സരങ്ങൾ ഓരോന്നും ആവേശ കുതിപ്പിലേക്ക് കുതിക്കുകയാണ്. മത്സരവീര്യം മുൾമുനയിൽ നിർത്തി കുതിക്കുമ്പോൾ ഇതാ ചുണ്ടൻവള്ളങ്ങളുടെ ആദ്യ ഹീറ്റ്സ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുകയാണ്. ഓണാട്ടുകുരയ്ക്ക് കൗതുകമായി ആവേശത്തിന്റെ നിറച്ചാർത്തണിഞ്ഞുകൊണ്ട് 3 ജലരാജാക്കന്മാര് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇതാ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1ാം ട്രാക്കിൽ വരുന്നത് കാരിച്ചാലാണ്, 2ാം ട്രാക്കിൽ മേൽപ്പാടം, 3ാം ട്രാക്കിൽ നടുഭാഗം. പോയിന്റ് പട്ടികയിൽ 29 പോയിന്റുമായി 6ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന കാരിച്ചാൽ. പോയിന്റ് പട്ടികയിൽ 61 പോയിന്റുകളുമായി 2ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന മേൽപ്പാടം. പോയിന്റ് പട്ടികയിൽ 54 പോയിന്റുകളുമായി 3ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന നടുഭാഗം. കാരിച്ചാൽ തുഴയുന്നത് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് തണ്ടർ റോഡ്സിന്റെ പേരിൽ 1ാം ട്രാക്കിലൂടെ വരുമ്പോൾ, മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ട്രോപ്പിക്കൽ ടൈറ്റൻസിന്റെ പേരിൽ വരുമ്പോൾ, നടുഭാഗം പുന്നമട ബോട്ട് ക്ലബിന്റെ പേരിൽ റിപ്പിൾ ബ്രേക്കേഴ്സിന്റെ പേരിൽ വരികയാണ്. കായിക ലോകത്തെ
ജലോത്സവ ലോകം അതേ ചെമ്പകശ്ശേരി രാജാവും കായംകുളം രാജാവും യുദ്ധത്തിന് ഉപയോഗിച്ച യുദ്ധവാഹനങ്ങള്, പടക്കപ്പലുകള്, 9 സൂപ്പർ സ്റ്റാറുകള് 5ാം സീസണിലെ 8ാം ജലയുദ്ധത്തിന് സമയം സമാഗതമാകുകയാണ്. ഇതാ ആരംഭം കുറിച്ചു കഴിഞ്ഞ് കാരിച്ചാലും മേൽപ്പാടവും നടുഭാഗവും കായംകുളം കായലിലൂടെ ഒരുപോലെ കുതിക്കുകയാണ്. അല്പം മുൻപില് 2ാം ട്രാക്കിലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോയിന്റ് പട്ടികയില് 61 പോയിന്റുകളുമായി 2ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ട്രോപ്പിക്കൽ ടൈറ്റൻസ് ഏതാണ്ട് തുഴപ്പാടുകളുടെ വ്യത്യാസത്തില് അല്പം മുൻപിലാണ്. എങ്കിലും നടുഭാഗം വിട്ടുകൊടുക്കുന്നില്ല, കാരിച്ചാൽ വിട്ടുകൊടുക്കുന്നില്ല. ഒപ്പമെത്തുന്നു നടുഭാഗം പുന്നമട ബോട്ട് ക്ലബിന്റെ റിപ്പിൾ ബ്രേക്കേഴ്സ്. ഇതാ ജലോത്സവ ലോകത്തിന്റെ ആവേശമായി കായംകുളം യുദ്ധം മാറുകയാണ്. കായംകുളത്ത് ഇന്ന് കായംകുളം കുലുങ്ങി മറിയുവാൻ പോകുകയാണ്. കാരിച്ചാലും മേൽപ്പാടവും നടുഭാഗവും ഇതാ കുതിച്ചുയരുകയാണ്. അല്പം മുൻപിലേക്ക് മേൽപ്പാടം തന്നെ കുതിക്കുകയാണ്. കൈക്കരുത്തിന്റെ തെളികമായി, മനക്കരുത്തിന്റെ തെളികമായി ഇതാ കായംകുളത്ത് അത് ചരിത്രങ്ങള് ഏറെ പറയുന്ന ഈ കായംകുളത്തിന്റെ മണ്ണില് ഇതാ കാരിച്ചാലും മേൽപ്പാടവും നടുഭാഗവും കുതിക്കുമ്പോൾ അല്പം മുൻപിൽ മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ട്രോപ്പിക്കൽ ടൈറ്റൻസിന്റെ മേൽപ്പാടം ഇതാ കുതിക്കുമ്പോൾ ശേഷം വിവരണത്തിന് മൈക്ക് ടി സജി ഹരിപ്പാടിലേക്ക് കൈമാറുകയാണ്. നന്ദി ശ്രീ ചമ്പക്കുളം ജോളി എതിരേറ്റ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസണിന്റെ 8ാമത് മത്സരം ഓണാട്ടുകരയുടെ ഓളപ്പരപ്പില് ആവേശത്തിന്റെ അലയടികൾ സൃഷ്ടിച്ചുകൊണ്ട് ട്രാക്ക് 1-ൽ കാരിച്ചാൽ അജിത് കുമാർ ക്യാപ്റ്റനായിട്ടുള്ള ഗാന്ധിരാജ് പള്ളാത്തുരുത്തി ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള കാരിച്ചാൽ, 2-ൽ മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം സോണി വർഗീസ് മേൽപ്പാടം ക്യാപ്റ്റനായിട്ടുള്ള മനോജ് പത്തുതൻകൊല് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള മേൽപ്പാടം കഴിഞ്ഞ 4 സീസണും സ്വന്തമാക്കിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് മേൽപ്പാടം ചുണ്ടനിൽ കടന്നു വരുന്നതെങ്കിൽ 3ാം ട്രാക്കിൽ നടുഭാഗം ഷിബു അഗസ്റ്റിൻ ക്യാപ്റ്റനായിട്ടുള്ള ജോഷിമോൻ പി പുന്നമട ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നടുഭാഗം അത് മേൽപ്പാടം മഞ്ഞക്കിളികള് 2-3 തുഴപ്പാടിന് മുന്നിലായി കുതിച്ചു വായുന്നു. ഒന്നാം തുഴക്കാരൻ വരുൺ ശർമ്മ കുനിഞ്ഞു കുത്തുന്ന കാഴ്ച കണ്ടില്ലേ? അങ്ങനെ 1ാം തുഴക്കാരൻ അങ്ങോട്ട് ഈ കായംകുളം കായലിനെ കൊത്തിമറിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന സുന്ദരമായ കാഴ്ച. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം റിപ്പിൾ ബ്രേക്കേഴ്സിന്റെ നടുഭാഗം ജോഷിമോൻ പുന്നമടയുടെ തന്ത്രങ്ങൾ ഇവിടെ വിജയിക്കുമോ? നടുഭാഗവും മേൽപ്പാടവും ഒപ്പത്തിനൊപ്പമാണെന്ന് പറയാം. പുന്നമട ബോട്ട് ക്ലബും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി കടന്നു വരുന്നു. മേൽപ്പാടം തന്നെ ഇല്ല, നടുഭാഗം പുന്നമടയുടെ നടുഭാഗം മനോജ് പത്തുതങ്ങലും ജോഷിമോൻ പുന്നമടയും ഏറ്റുമുട്ടുന്നു. ഷിബു അഗസ്റ്റിനും സോളി വർഗീസും ഏറ്റുമുട്ടുന്നു. നടുഭാഗം കുതിക്കുന്നു. അല്ല, മേൽപ്പാടം പിടിച്ചു കെട്ടാൻ നടുഭാഗം മേൽപ്പാടം കാരിച്ചാൽ നടുഭാഗം മേൽപ്പാടം അമ്പമ്പോ. ഇതാണ് മത്സരം. ഒരു ഫൈനൽ മത്സരത്തെ അനുസ്മരിപ്പിക്കും വിധം മേൽപ്പാടവും നടുഭാഗവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി ഈ കായംകുളം കായലിനെ കോരിത്തരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച കണ്ടില്ലേ? ആ മത്സ്യകന്യകയുടെ രൂപത്തിനടുത്തേക്ക് അവർ കുതിച്ചു പാഞ്ഞ കാഴ്ച കണ്ടില്ലേ? ജോൺസ് കൊല്ലകടവെന്ന ശില്പി രൂപകൽപ്പന ചെയ്ത ആ മത്സ്യകന്യകയെ ലക്ഷ്യമാക്കിയുള്ള ആ ഒരു പോരാട്ടം, പായലിനിടയിലൂടെ ചുണ്ടൻ വള്ളങ്ങള് കടന്നു പോകുന്ന കാഴ്ച കണ്ടില്ലേ? ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആ പായലിന്റെ ഭാഗത്തേക്ക് 3 ചുണ്ടനുകള് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ച. പച്ചപ്പിന്റെ മുകളിലൂടെ 3 ചുണ്ടനുകളുടെ കൊമ്പുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. കായംകുളം കായലിനെ ആവേശം കൊള്ളിച്ചുകൊണ്ട് നടുഭാഗവും മേൽപ്പാടവും കാരിച്ചാലും കടന്നുപോയെങ്കിൽ തുടർന്ന് നടക്കേണ്ടത് ചുണ്ടൻ വള്ളങ്ങളുടെ 2ാം ഹീറ്റ്സ് മത്സരത്തിൽ 1ാം ട്രാക്കിൽ ചെറുതന തയ്യാറാകുന്നു, 2ാം ട്രാക്കിൽ വീയപുരം തയ്യാറാകുന്നു, 3ാം ട്രാക്കിൽ നടുവിലപ്പറമ്പൻ തയ്യാറാകുന്നു. ശേഷം വിവരണത്തിന് ഓവർ ടു ജോളി എതിരെ ചമ്പക്കുളം.
താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട്. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ ആദ്യ ഹീറ്റ്സ് അവസാനിച്ചു. കാരിച്ചാലും മേൽപ്പാടവും നടുഭാഗവും കടന്നുപോയി. ഇനിയും ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം പാദ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ പോകുന്നു. ഒന്നാം ട്രാക്കിൽ ചെറുതന, രണ്ടാം ട്രാക്കിൽ വിയപുരം, മൂന്നാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ. അങ്ങനെ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസണിലെ മത്സരങ്ങൾ ആവേശത്തിന്റെ കുതിപ്പില് ഇങ്ങനെ കുതിച്ചു ചാടുകയാണ്. കായിക മനസ്സുകളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കായിക മനസ്സുകളെ മുൾമുനയിൽ നിർത്തി കോൾമയിൽ കൊള്ളിക്കുന്ന മത്സരമായി 5ാം സീസൺ മാറുകയാണ്. കൈനകരിയിൽ തുടങ്ങുന്ന മത്സരവീര്യം ഓരോ മത്സരം കഴിയുന്തോറും അതിന്റെ 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. ഒരു ത്രില്ലർ മത്സരമായി മാറുകയാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന് വേണം പറയുവാൻ. 5ാം സീസണില് കൈനകരിയും കോട്ടയം താഴത്തങ്ങാടിയും പിറവവും കോട്ടപ്പുറവും പുളുങ്കുന്നും കരുവാറ്റായും അതേ ചെങ്ങന്നൂർ പാണ്ടനാടും പിന്നിട്ട് ഓണാട്ടുകരയുടെ ആദ്യ ഹീറ്റ്സ് കായംകുളത്തെ കായലില് അരങ്ങേറി. കായലും കുളങ്ങളും ചേർന്നൊരു മനോഹരമായ നാട്. അമ്പലങ്ങളില്ലാതെ ആൾത്തറയിൽ വാഴും സാക്ഷാൽ പരമ ബ്രഹ്മമൂർത്തിയുടെ മണ്ണ് കുട്ടനാട് പോലെ നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഈ നാട്ടില് ഓടനാട്ടിൽ അഥവാ ഓണാട്ടുകരയുടെ ആസ്ഥാനമായ കായംകുളത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഭൂമിയിലേക്ക് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വീണ്ടും എത്തുമ്പോൾ ഇതിവിടെ ആവേശത്തിന്റെ തിരമാലകളില് ആഞ്ഞടിക്കുകയാണ്. 2010 ആരംഭിച്ച ജലോത്സവം അന്നത്തെ കായംകുളം MLA ആയിരുന്ന ബഹുമാനപ്പെട്ട CK സദാശിവൻ മുൻകൈയെടുത്ത് തുടങ്ങിയ ജലമേള ഇന്ന് ചാമ്പ്യൻസ് ബോട്ട് ലീഗായി മാറി കഴിഞ്ഞിരിക്കുന്നു. 4 സീസണുകളും കൈയടക്കി കായംകുളം പിന്നിട്ട് കഴിഞ്ഞു. അതേ കായംകുളം ജയപരാജയങ്ങളുടെ ആ കണ്ണിമ ചെയ്യുന്നതിന്റെ വേഗതയിലുള്ള മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന ജലരാജാക്കന്മാര് ജലയുദ്ധത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതേ 2ാം ഹീറ്റ്സില് 1ാം ട്രാക്കിൽ ചെറുതന പോയിന്റ് പട്ടികയിൽ 27 പോയിന്റുമായി 8ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന തെക്കേക്കര ബോട്ട് ക്ലബിന്റെ വൈറ്റ് വാട്ടർ ചാർജേഴ്സ്. അതേ 2ാം ട്രാക്കില് വിയപുരം പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് 70 പോയിന്റുകളുമായി വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി പ്രൈഡ് ജേഴ്സേഴ്സിന്റെ പേരില് പോയിന്റ് പട്ടികയില് 45 പോയിന്റുമായി 5ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന നടുവേലെ പറമ്പൻ ഇമ്മാനുവേൽ ബോട്ട് ക്ലബ് ചുണ്ടൻ വാരിയേഴ്സ്. ഇമ്മാനുവേൽ ബോട്ട് ക്ലബ് ചുണ്ടൻ വാരിയേഴ്സ്. അതേ ഡോൺ ജയിക്കപ്പെട്ട് പറയിൽ ക്യാപ്റ്റന് രാഹുൽ പ്രകാശ് ലീഡിംഗ് ക്യാപ്റ്റന്. വിയപുരം വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി ജോസ് പുതിയാർ ആൻഡ് ബിനു എച്ച് പുതുവല് സൈജു സെബാസ്റ്റ്യൻ ക്യാപ്റ്റനും. അതേ ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനും കോച്ച് ബേബി ചാക്കോയും ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് ബൈജു കുട്ടനാടിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ 3ാം ട്രാക്കിലൂടെ വരുന്നത് 1ാം ട്രാക്കിലൂടെ വരുന്നത് ചെറുതനയാണ്. തെക്കേക്കര ബോട്ട് ക്ലബ് ഹെലൻ പാലാത്ര ബാബുക്കുട്ടൻ കറുകയില് അതേ ജെയിംസ് കുട്ടി കക്കാക്കുഴിയുടെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ ആ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ പോകുന്നു. 1ാം ട്രാക്കിൽ ചെറുതന, 2ാം ട്രാക്കിൽ വിയപുരം, 3ാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ. ബൈക്ക് വാട്ടർ ചാർജേഴ്സ് പ്രൈഡ് ജേഴ്സേഴ്സും ചുണ്ടൻ വാരിയേഴ്സും തമ്മിലുള്ള ആവേശകരമായ മത്സരം. തുടർന്നുള്ള വിവരണത്തിന് ഞാൻ മൈക്ക് ഡി സജി ഹരിപ്പാടിലേക്ക് കൈമാറുകയാണ്. നന്ദി ശ്രീ ചമ്പക്കുളം ജോളി എതിരേറ്റ് ചുണ്ടൻ വള്ളങ്ങളുടെ 2ാം ഹീറ്റ്സിൽ 1ാം ട്രാക്കിൽ ചെറുതന, തെക്കേക്കരപ്പെട്ട മങ്കൊമ്പിന്റെ ചെറുതന ചുണ്ടൻ, ഹെലൻ പാലത്ര ക്യാപ്റ്റൻ, ബാബു കുട്ടൻ കറുകയിൽ ലീഡിംഗ് ക്യാപ്റ്റൻ. 2ാം ട്രാക്കിൽ വിയപുരം വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വിയപുരം ജോസ് പുതിയാറയും ബിനു എച്ച് പുതുവലും സജു സെബാസ്റ്റ്യനും ക്യാപ്റ്റന്മാർ. ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റൻ എങ്കിൽ 3ാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ ഇമാനുവൽ ബോട്ട് ക്ലബ് കുമരകത്തിന്റെ നടുവിലെ പറമ്പൻ ഡോൺ ജേക്കബ് എട്ടുപറയിൽ ക്യാപ്റ്റൻ, രാഹുൽ പ്രകാശ് ലീഡിംഗ് ക്യാപ്റ്റൻ. വമ്പന്മാരായ 3 കൊമ്പന്മാരങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാത്തു നിൽക്കുന്ന കാഴ്ച കണ്ടില്ലേ? സ്റ്റാർട്ടേഴ്സിന്റെ വിസിലൊന്ന് കേൾക്കാനായി കാത്തു നിൽക്കുകയാണ്. ആരൊക്കെ? ചെറുതനയും വിയപുരവും നടുവിലെ പറമ്പനും ഇതാ തയ്യാറായി നിൽക്കുന്നു. കയ്യിലൊരു ഇന്ദ്രധനുസ്
സജൂസുമായി കാറ്റത്ത് പെയ്യുവാൻ നിന്ന തുലാവർഷമേഘമേ കമ്ര നക്ഷത്ര രജനിയിൽ ഇന്നലെ കണ്ടുവോ നീ എൻ്റെ രാജഹംസത്തിനെ എന്ന് വയലാറ് ചോദിച്ച 3 രാജഹംസങ്ങൾ ഈ കായംകുളം കായലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഫിനിഷിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കി പാഞ്ഞടുക്കുവാൻ കാത്തു നിൽക്കുന്ന കാഴ്ച കണ്ടില്ലേ? തെക്കേക്കര ക്ലബ്ബ് മങ്കൊമ്പ് ചെറുതന ചുണ്ടനിൽ കടന്നു വരുന്നു. പോയിന്റ് പട്ടികയിൽ 27 പോയിന്റുമായി 8ാം സ്ഥാനത്തുള്ള ചെറുതനയെങ്കിൽ വീയപുരം വില്ലേജ് ക്ലബ്ബ് കൈനകരിയാണ് പോയിന്റ് പട്ടികയിൽ 70 പോയിന്റുമായി 1ാം സ്ഥാനത്ത് തുടരുന്ന കൈനകരി. വീയപുരം വില്ലേജ് ക്ലബ്ബ് കൈനകരിയുടെ വീയപുരം അങ്ങ് കൈനകരിയും താഴത്തങ്ങാടിയും പിറവവും കോട്ടപ്പുറവും പുളിങ്കുന്നും കരുവാറ്റയും പണ്ടനാടും കീഴടക്കി പോയിന്റ് പട്ടികയിൽ 70 പോയിന്റുകളുമായി 1ാം സ്ഥാനത്ത് തുടരുന്ന വീയപുരം വില്ലേജ് ക്ലബ്ബ് കൈനകരിയുടെ വീയപുരം ജോസ് പുതിയാറയും ബിനു എച്ച് പുതുവലും സജു സെബാസ്റ്റ്യനും ക്യാപ്റ്റന്മാരെങ്കിൽ ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനാണ്. അത് ബേബി ചാക്കോയുടെ ചിട്ടയായ പരിശീലനത്തിലൂടെ കഴിവ് തെളിയിച്ചുകൊണ്ട് 7 മത്സരവേദികൾ കീഴടക്കി 8ാം മത്സരവേദിയായ കായംകുളത്ത് വില്ലേജ് ക്ലബ്ബ് കൈനകരിയുടെ നേതൃത്വത്തിൽ വീയപുരം കുതിച്ചു പായാൻ തയ്യാറായി. 2ാം ട്രാക്കിൽ പച്ചക്കിളികള് ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പറന്നെടുക്കുവാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഈ കായംകുളം കായലിനെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് പറന്നു വരാൻ പറന്നെടുക്കാൻ തയ്യാറായി വില്ലേജ് ക്ലബ്ബ് കൈനകരിയുടെ വീയപുരം. തയ്യാറായെങ്കിൽ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നടുവിലെ പറമ്പൻ ഡോൺ ജേക്കബ് എട്ടുപറയിലിന്റെ നേതൃത്വത്തിൽ രാഹുൽ പ്രകാശിന്റെ ചിട്ടയായ പരിശീലനത്തിൽ നടുവിലെ പറമ്പൻ 45 പോയിന്റുമായി 5ാം സ്ഥാനത്ത് തുടരുന്ന നടുവിലെ പറമ്പനും ഇതാ നിമിഷങ്ങൾ സെക്കൻഡുകൾ കഴിയുമ്പോൾ മത്സരം ആരംഭിക്കും. അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കാണികൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കായംകുളം കായലിന്റെ കരകളിൽ ഇന്ന് ആവേശത്തിന്റെ അലയടികൾ ഇതാ ഇരച്ചു കയറുന്ന കാഴ്ച. തീരങ്ങളിൽ നിന്നുയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശമന്ത്രമാക്കി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് കടന്നു വരാൻ തയ്യാറായി 3 ചക്രവർത്തിമാർ, ജലചക്രവർത്തിമാർ. ആരൊക്കെ? അഴകിന്റെ രാജകുമാരനായ ചെറുതന 1 തയ്യാറാകുമ്പോൾ 2 വീയപുരം അജയ്യരായി വിജയങ്ങളുടെ വീരേതിഹാസങ്ങൾ വിരചിച്ചുകൊണ്ട് വിജയങ്ങളുടെ തുടർ വിജയങ്ങളുടെ പരമ്പര സൃഷ്ടിച്ചുകൊണ്ട് വീയപുരം വില്ലേജ് ക്ലബ്ബ് കൈനകരിയുടെ വീയപുരവും തയ്യാറായി നിൽക്കുമ്പോൾ 3ാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ ഇമാനുവൽ ക്ലബ്ബ് കുമരകത്തിന്റെ ചുണ്ടൻ വാരിയേഴ്സിന്റെ നടുവിലെ പറമ്പനും ഇതാ തയ്യാറായി നിൽക്കുമ്പോൾ ശേഷം വിവരണത്തിന് ഓവർ ടു ചമ്പക്കുളം ജോളിയെതിരെ. താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട്. സജി പറഞ്ഞതുപോലെ ഈ കായംകുളം കായല് അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. യുദ്ധവീര്യമുള്ള യുദ്ധവീരന്മാര് 5ാം സീസണിലെ 8ാം ജലയുദ്ധത്തിന്റെ 2ാം ഹീറ്റ്സ് മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെറുതന വീയപുരം നടുവിലെ പറമ്പൻ. അതേ ചെറുതനയും വീയപുരവും നടുവിലെ പറമ്പനും ഇവിടെ കുതിച്ചുയരുവാൻ പോകുകയാണ്. സജി സൂചിപ്പിച്ചതുപോലെ 1 വരുന്നത് അഴകിന്റെ രാജകുമാരനായ ചെറുതനയാണ്. ബൈക്ക് വാട്ടർ ചാർജേഴ്സിന്റെ പേരിൽ പോയിന്റ് പട്ടികയിൽ 27 പോയിന്റുകളുമായി 8ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ചെറുതന. ഹെലൻ പാലത്രയാന്റെ ബാബുക്കുട്ടൻ കറുകയില് ക്യാപ്റ്റൻസിയില്, ജെയിംസ് കുട്ടി കൊക്കാക്കുഴിയില് ലീഡിംഗ് ക്യാപ്റ്റൻസിയില് 1 കടന്നു വരുവാൻ പോകുമ്പോൾ 2 വരുന്നത് വീയപുരമാണ്. 25 സീസണുകള് അടക്കി പിടിച്ചവര് വമ്പന്മാരുടെ കൊമ്പടിക്കുന്നവൻ നടുഭാഗമെന്ന് അയ്യപ്പൻ 52 പാടിയെങ്കില് ഇന്ന് വമ്പന്മാരുടെ കൊമ്പടിക്കുന്നവൻ അത് വീയപുരമായി മാറുകയാണ്. ജലചക്രവർത്തിയായ കാരിച്ചാലിനെയും മറ്റു ജലരാജാക്കന്മാരെയും പിന്തള്ളിക്കൊണ്ട് വീയപുരം ഈ 5ാം സീസണിലെ 7 മത്സരങ്ങളും പിടിച്ചടക്കുകയാണ്. വീയപുരം വില്ലേജ് ക്ലബ്ബ് കൈനകരി ജോസ് പുതിയാറയ, ബിനു എച്ച് പുതുവൽ, സൈജു സെബാസ്റ്റ്യൻ ക്യാപ്റ്റൻസിയില്, ബൈജു കുട്ടനാടിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയില് പോയിന്റ് പട്ടികയില്
70 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് എന്തിൽ കുമരകത്തിന്റെ ഇമ്മാനുവേൽ ബോട്ട് ക്ലബ്ബ് നടുവിലെ പറമ്പൻ 45 പോയിന്റുകളുമായി. അതേ ഡോൺ ജയിക്കപ്പ് എട്ടുപറയില് രാഹുൽ പ്രകാശിന്റെ നേതൃത്വത്തിൽ ഇതാ 8ാം ജലയുദ്ധം രണ്ടാമത്തെ ഹീറ്റ്സ് ഇത് ആരംഭിക്കുവാൻ പോകുന്നു. 5ാം സീസണിലെ കായംകുളം കായലിലെ 8ാം മത്സരവേദി ഇതാ ചെറുതന വീയപുരം നടുവിലെ പറമ്പൻ ഇതാ മത്സരം ആരംഭിക്കുന്നു. ശേഷം വിവരണത്തിന് മൈക്ക് ഡി സജി ഹരിപ്പാടിലേക്ക്. ചമ്പക്കുളം ജോളി എതിരേറ്റ് 1-ൽ ചെറുതന, 2-ൽ വീയപുരം, 3-ൽ നടുവിലെ പറമ്പൻ. ചെറുതന ഹെലൻ പാലത്ര ക്യാപ്റ്റൻ, ബാബുക്കുട്ടൻ കറുകയിൽ ലീഡിംഗ് ക്യാപ്റ്റൻ എങ്കിൽ വീയപുരത്തിന്റെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ ക്യാപ്റ്റൻ ജോസ് പുതിയറയും ബിനു എച്ച് പുതുവലും സജു സെബാസ്റ്റ്യനുമാണെങ്കിൽ ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റൻ. ഇതിന്റെ പരിശീലകൻ ബേബി ചാക്കോയും കൂടിയാണ്. നടുവിലെ പറമ്പൻ 3ാം ട്രാക്കിൽ കടന്നു വരുമ്പോൾ ഡോൺ ജേക്കബ് എട്ടുപറയിലാണ് ക്യാപ്റ്റൻ. രാഹുൽ പ്രകാശാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. ഇതാ 2ാം ട്രാക്കില് വീയപുരം കുതിച്ചു മുന്നേറുന്ന പതിവ് കാഴ്ച. ഈ സീസണിലെ പതിവ് കാഴ്ചയ്ക്ക് കായംകുളം കായലും വേദിയാകുന്നു. കഴിഞ്ഞ 7 മത്സരങ്ങളിലും വിജയക്കൊടി പാറിച്ചുകൊണ്ട് വിജയമുന്നേറ്റം തുടരുന്ന വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വീയപുരം ഒരു അരത്തുഴപ്പാടിന് മുന്നിലായി കുതിക്കുമ്പോൾ നടുവിലെ പറമ്പൻ വീയപുരത്തെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. രാഹുൽ പ്രകാശിന്റെ പരിശീലനത്തിൽ കഴിവ് തെളിയിച്ച നടുവിലെ പറമ്പൻ ഇമാനുവൽ ബോട്ട് ക്ലബിന്റെ നടുവിലെ പറമ്പനും വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വീയപുരവും ഒപ്പത്തിനൊപ്പം ചെറുതനയും ഒപ്പം പിടിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഏതാണ്ട് 3 വള്ളങ്ങളും ഏകദേശം ഒപ്പത്തിനൊപ്പം തന്നെ. ചെറുതനയും വീയപുരവും നടുവിലെ പറമ്പനും ഒപ്പത്തിനൊപ്പം മുന്നോട്ട് കുതിക്കുന്ന സുന്ദരമായ കാഴ്ച കണ്ടില്ലേ. നിങ്ങൾ വരുമ്പോൾ ഈ ജലോത്സവ പ്രേമികളുടെ മാനസ സരസിലെ സുവർണ പുഷ്പങ്ങൾ അതീവ സൗരഭ്യമുള്ളവയായി തീരുകയാണ്. തീരം തകർക്കുന്ന കാലപ്രവാഹത്തിൻ തീ പോലെ പൊള്ളുന്ന തിരയിൽ അടർന്നു വീണ തീത്തുള്ളിയായി കടന്നു വരുന്നു. വീയപുരം അല്പം മുന്നിലേക്ക് കുതിക്കുമ്പോൾ നടുവിലെ പറമ്പൻ പിടിച്ചു കെട്ടാൻ ആഞ്ഞു ശ്രമിക്കുമ്പോൾ ചെറുതനയുടെ കരുത്തു കണ്ടില്ലേ. അവരെങ്ങനെ കുതിച്ചു മുന്നേറാൻ ശ്രമിക്കുന്നു. വീയപുരം എന്ന അജയ്യരായ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയെ പിടിച്ചു കെട്ടാൻ ചെറുതനയും നടുവിലെ പറമ്പനും ശ്രമിക്കുന്നെങ്കിൽ ഒപ്പത്തിനൊപ്പം വീയപുരവും നടുവിലെ പറമ്പനും ഒപ്പത്തിനൊപ്പം മുന്നേറി കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ച. 2ാം ട്രാക്കില് വീയപുരം അല്പം മുന്നിലേക്ക് ലീഡെടുക്കുന്നു. ഇല്ല, നടുവിലെ പറമ്പൻ ലീഡെടുക്കാൻ ശ്രമിക്കുന്നു. വീയപുരത്തെ പിടിച്ചു കെട്ടാൻ നടുവിലെ പറമ്പനാകുമോ? ചെറുതനയും ഒപ്പം കുതിക്കുന്നു. ചെറുതനയും നടുവിലെ പറമ്പനും വീയപുരവും ഒപ്പത്തിനൊപ്പം മുന്നേറുമ്പോൾ നടുവിലെ പറമ്പനും വീയപുരവുമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി കടന്നു വരുന്നത്. എന്തൊരു മത്സരം! ഞങ്ങളുടെ പ്രയാണത്തെ തടയാനാവില്ലാർക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീയപുരം കുതിച്ചു മുന്നേറി കായംകുളം കായലിലൂടെ പാഞ്ഞെടുക്കുന്നു. കായൽ യുദ്ധത്തിൽ പണ്ട് പടക്കുതിരകൾ പാഞ്ഞെടുത്തതുപോലെ, പടക്കപ്പലുകൾ പാഞ്ഞെടുത്തതുപോലെ 3 പടക്കപ്പലുകൾ പാഞ്ഞെടുക്കുന്ന മനോഹരമായ കാഴ്ച. ശേഷം വിവരണത്തിന് ഓവർ ടു ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട്. ആവേശകരമായ 2ാം ഹീറ്റ്സ് മത്സരമങ്ങ് സജി സൂചിപ്പിച്ചതുപോലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ച ഏതാണ്ട് മധ്യദൂരത്തിലേക്ക് എത്തുകയാണ്. 1ാം ട്രാക്കിൽ ചെറുതന, 2ാം ട്രാക്കിൽ വീയപുരം, 3ാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ. ആവേശകരമായ മത്സരം. ഇതാണ് മത്സരം. കായംകുളം കായല, ചമ്പകശ്ശേരി രാജാവും കായംകുളം രാജാവും ഏറ്റുമുട്ടിയതുപോലെ വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്ത മനസ്സുമായി ഇതാ ചെറുതന മുന്നിലേക്ക് കുതിക്കുകയാണോ അത് നടുവിലെ പറമ്പനാണോ? പോയിന്റ് പട്ടികയിൽ ഈ 5ാം സീസണുകളില് എല്ലാ വിജയവും നേടിയ വീയപുരം വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി അത് നെഹ്റു ട്രോഫിയിൽ തുടങ്ങുന്ന വിജയം, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിൽ തുടങ്ങുന്ന വിജയം ഏറ്റെടുത്തുകൊണ്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ 7 മത്സരങ്ങളും പിടിച്ചടക്കിയവര്, യുദ്ധക്കളത്തിൽ പോരാടിയവര്. ഇതാ എത്ര അഴകാണ് രാജകുമാരന്മാര്, പടക്കപ്പലുകള് ഇതാ കായംകുളം കായലില് പ്രകമ്പനം കൊള്ളിക്കുകയാണ്. ഇതാ 1-ലെ ചെറുതന, 3-ലെ നടുവിലെ പറമ്പൻ. ഇല്ല,
ഇല്ല, ഒന്നിലെ വീയപുരം തന്നെ തുഴപ്പാടുകള് ഇല്ല. നടുവിലെ പറമ്പൻ ഇമ്മാനുവേൽ ബോട്ട് ക്ലബ്ബ്, കുമരകത്തിന്റെ നടുവിലെ പറമ്പനും വീയപുരവും ഇതാ പൊരിഞ്ഞു പോരാടുന്നു. അല്പം മുൻപില് വീയപുരമാണോ അതോ നടുവിലെ പറമ്പനാണോ? ഇതാ കുതിക്കുകയാണ്. ഇതാ വീയപുരം അല്ല, നടുവിലെ പറമ്പൻ ഒപ്പമെത്തുന്നു. ചെറുതന. ഇത് മത്സരമാണ്, കായംകുളമാണ്. ഇവിടെ ഇതാ ഈ യുദ്ധത്തിന് ഇതാ ആര്? വീയപുരമാണോ ഇമ്മാനുവേലിന്റെ നടുവിലെ പറമ്പനാണോ? ഇതാ വീയപുരവും നടുവിലെ പറമ്പനും ചെറുതനയും ഫിനിഷിംഗിലൂടെ കടന്നു പോകുന്ന മനോഹരമായ യുദ്ധം. ഇതാണ് ജലയുദ്ധം എന്ന് പറയുന്നത്. ഇതാണ് ജലപ്പരപ്പിലെ യുദ്ധം എന്ന് പറയുന്നത്. ഇതാ കായംകുളം കായല് കലങ്ങി മറിയുകയാണ്. സജി പറയുന്നത് പോലെ അടിത്തട്ട് പോലും ഇളകി മറിയുന്ന മത്സരം കായംകുളം കായലില് സംജാതമാകുകയാണ്. ഇതാ പക്ഷികൾ ഇവിടെ വട്ടമിട്ട് പറക്കുന്നു, കാർമേഘം ഉരുണ്ട് കയറുന്നു. പക്ഷേ ഈ കായംകുളം കായല് കലങ്ങി മറിയുന്നു. ആവേശകരമായി ഇതാ രണ്ടാം ഹീറ്റ്സ് ചെറുതനയും വീയപുരവും നടുവിലെ പറമ്പനും കടന്നുപോയി. ഇനിയും അടുത്ത ഹീറ്റ്സ് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ പോകുന്നു. ഒന്നാം ട്രാക്കിൽ ചമ്പക്കുളം, രണ്ടാം ട്രാക്കിൽ പായിപ്പാടൻ, മൂന്നാം ട്രാക്കിൽ നിരണം. പോയിന്റ് പട്ടികയിൽ 14 പോയിന്റുമായി 9ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ബേബി ഗ്ലൈഡേഴ്സ് 1-ൽ 2-ൽ പോയിന്റ് പട്ടികയിൽ 28 പോയിന്റുമായി 7ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന അതേ പായിപ്പാടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ബൈക്ക് വാട്ടർ വാരിയേഴ്സ് പോയിന്റ് പട്ടികയിൽ 50 പോയിന്റുകളുമായി 4ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന നിരണം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബിന്റെ ബൈക്ക് വാട്ടർ കിങ്. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മത്സരത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുമ്പോൾ ഇനിയുമുള്ള ഈ യുദ്ധം എന്ന് പറയുന്നത് ആരൊക്കെ തമ്മില്? ചമ്പക്കുളവും പായിപ്പാടും നിരണവും തമ്മിൽ. ശേഷം വിവരണത്തിന് മൈക്ക് ഡി സജി ഹരിപ്പാടിലേക്ക്. നന്ദി ശ്രീ. ചമ്പക്കുളം ജോളി എതിരേറ്റ് 3ാം ഹീറ്റ്സ് മത്സരങ്ങൾ സമാരംഭിക്കാൻ പോകുന്നു. 1ാം ട്രാക്കിൽ ചമ്പക്കുളം പോയിന്റ് പട്ടികയിൽ 14 പോയിന്റുമായി 9ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന ചമ്പക്കുളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് വേവ് ഗ്ലൈഡേഴ്സിന്റെ ചമ്പക്കുളം. സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ ക്യാപ്റ്റൻ, ബൈജപ്പൻ ചേന്നങ്ങരി ലീഡിംഗ് ക്യാപ്റ്റൻ. 2ാം ട്രാക്കിൽ പായിപ്പാടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ, അരുൺ പ്രകാശ് ക്യാപ്റ്റൻ, പുരുഷൻ നാഷണാന്തര ലീഡിംഗ് ക്യാപ്റ്റൻ. എങ്കിൽ 3ാം ട്രാക്കിൽ നിരണം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിരണം ബോട്ട് ക്ലബിന്റെ നിരണം KG എബ്രഹാം ക്യാപ്റ്റൻ, ലീഡിംഗ് ക്യാപ്റ്റൻ മോനപ്പനാശാൻ. കഴിഞ്ഞ പാണ്ടനാട് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ മത്സരത്തിൽ പാണ്ടനാട് വിറപ്പിച്ചുകൊണ്ട് മുന്നേറിയ നിരണം വീയപുരത്തിന് കടുത്ത വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിച്ച നിരണം KG എബ്രഹാമിന്റെ നേതൃത്വത്തിൽ, മോനപ്പൻ ആശാന്റെ നേതൃത്വത്തിൽ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 2019 ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ കായംകുളത്ത് ജയിച്ചത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നടുഭാഗമായിരുന്നെങ്കിൽ 2022 ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ കായംകുളത്ത് ജയിച്ചത് NCDCയുടെ നടുഭാഗമായിരുന്നെങ്കിൽ 2023 ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ കായംകുളത്ത് ജയിച്ചത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ തന്നെ വീയപുരമായിരുന്നെങ്കിൽ 2024 കായംകുളത്ത് ജയിച്ചത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാലാണ്. അതുകൊണ്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ഇവിടെ 3 സീസണുകളിലും വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇക്കുറി ആരാണ് ആത്യന്തിക വിജയം നേടുക എന്നുള്ള ചോദ്യം ഇവിടെ മുഴങ്ങുകയാണ്. പറയുമ്പോൾ മത്സരം ആരംഭിച്ചിരിക്കുന്നു. 1ാം ട്രാക്കിൽ ചമ്പക്കുളം, 2-ൽ പായിപ്പാടൻ, 3-ൽ നിരണം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബും കുമരകം ടൗൺ ബോട്ട് ക്ലബും അതുപോലെ നിരണം ബോട്ട് ക്ലബും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ നിരണം ചുണ്ടൻ പിടിവിട്ടു വരുന്ന കാഴ്ച. 3ാം ട്രാക്കിലെ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം KG എബ്രഹാമിന്റെ നേതൃത്വത്തിൽ, മോനപ്പൻ ആശാന്റെ പരിശീലനത്തിൽ നിരണം ചുണ്ടൻ അങ്ങനെ മുന്നോട്ട് ഏതാണ്ട് അരവള്ളപ്പാടിന് മുന്നിലായി കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കോടി കോടി പുരുഷാന്തരങ്ങൾ മുത്തുചോടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തി
നിർത്തി നിരണം കടന്നു വരുമ്പോൾ പായിപ്പാടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ നിരണത്തെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ചമ്പക്കുളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് മങ്കൊമ്പിന്റെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ചമ്പക്കുളം ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളവും കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടനും അതുപോലെ നിരണം ബോട്ട് ക്ലബിന്റെ നിരണവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടത്തുമ്പോൾ ഏതാണ്ട് 3/4 വള്ളപ്പാടല്ല, 1 വള്ളപ്പാടിന് മുന്നിലായി 3-ാം ട്രാക്കിലെ നിരണം പാഞ്ഞടുക്കുന്ന കാഴ്ച കണ്ടില്ലേ? ആ പങ്കായക്കാർ കണ്ട 3 പങ്കായങ്ങളാണ് ഇപ്പൊ കുത്തിയെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ പങ്കായം കുത്തി കായംകുളം കായലിലേക്ക് കുത്തിയിറക്കുമ്പോ കായംകുളം കായലിനെ പുറകോട്ട് വലിച്ചു മാറ്റിക്കൊണ്ട് 1 വള്ളപ്പാടിന് മുന്നിലായിട്ട് 3-ാം ട്രാക്കിലെ നിരണം ഇങ്ങനെ കടന്നു വരികയാണ്. മനോഹരിയായ കായംകുളം കായല് അഴീക്കൽ അഴിമുഖത്തിലൂടെ അറബിക്കടലിനെ ചുംബിക്കുന്ന കായംകുളം കായല്, അറബിക്കടലിനോട് കിന്നാരം പറയുന്ന കായംകുളം കായലിന്റെ വിരിമാറിൽ 3-ാം ട്രാക്കിലെ നിരണം ഏതാണ്ട് 1.5 വള്ളപ്പാടിന് മുന്നിൽ തങ്ങളുടെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് നിരണത്തിന്റെ കുതിപ്പ് കണ്ടില്ലേ? പായിപ്പാടനും ചമ്പക്കുളവും ഒപ്പത്തിനൊപ്പമുണ്ട്. പക്ഷേ നിരണം പിടിവിട്ടു പോരുകയാണ്. അങ്ങനെ ഏതാണ്ട് 2 വള്ളപ്പാടിന് ലീഡെടുത്തുകൊണ്ട് ലീഡെടുത്തുകൊണ്ട് നിരണം ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ച് പാഞ്ഞു വരുന്ന കാഴ്ച KG എബ്രഹാമിന്റെ നേതൃത്വത്തിൽ മോനപ്പനാശാന്റെ പരിശീലനത്തിൽ നിരണം 50 പോയിന്റുകളുമായി ഈ പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്ത് തുടരുന്ന നിരണം 3-ാം ട്രാക്കിലൂടെ കുതിച്ച് പാഞ്ഞു വരുന്നു. ഈ കായംകുളം കായലിന് ആവേശത്തിന്റെ അലയടികൾ സൃഷ്ടിച്ചുകൊണ്ട് കായംകുളം കായലിന്റെ ഓളവും തീരവും ഇന്ന് ആവേശത്തിന്റെ ആലിംഗനങ്ങളാൽ തഴുകപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആവേശത്തിന്റെ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു. ഇത് അതിതീവ്രമഴയായി ആവേശത്തിന്റെ അതിതീവ്രമഴയായി പെയ്തിറങ്ങുകയാണ്. നിരണം 3-ാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം കുതിച്ച് പാഞ്ഞു വരുന്ന സുന്ദരമായ കാഴ്ച. പായിപ്പാടനും ചമ്പക്കുളവും പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നെങ്കിലും പിടിവിട്ടു പോന്നിരിക്കുകയാണ്. കണ്ടോ, 2-2.5 വള്ളപ്പാടിന് മുന്നിലായി നിരണം മോനപ്പനാശാന്റെ നേതൃത്വത്തിൽ താളത്തിൽ ഇങ്ങനെ താളക്കൊഴുപ്പോടെ കുതിച്ചു പാഞ്ഞു വരുമ്പോൾ ശേഷം വിവരണത്തിന് ചമ്പക്കുളം ജോളിയെതിരെ. താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട്. സജി സൂചിപ്പിച്ചതുപോലെ 3-ാം ഹീറ്റ്സിലെ ചമ്പക്കുളവും പായിപ്പാടും നിരണവും തമ്മിൽ പൊരിഞ്ഞു പോരാടുമ്പോൾ നിരണം ഏതാണ്ട് വള്ളപ്പാടുകൾക്ക് 2-3 വള്ളപ്പാടുകൾക്ക് കുതിച്ചു പായുകയാണ്. ചെമ്പകശ്ശേരിയുടെ സൈന്യമാണോ ഇതാ നിരണത്തിൽ കയറിയിരിക്കുന്നത്? നിരണം വരുന്നത് NDC നിരണം KG എബ്രഹാമിന്റെ നേതൃത്വത്തില് മോനപ്പനാശാൻ ലീഡിംഗ് ക്യാപ്റ്റൻസിയില് ഇതാ കായംകുളം കായല് പിടിച്ചടക്കുകയാണോ? പാണ്ടനാട് 7-ാം ജലയുദ്ധത്തില് 7-ാം മത്സരത്തില് പാണ്ടനാട് നിറപ്പിച്ചവര് ഇന്ന് കായംകുളം നിറപ്പിക്കുമോ? കായംകുളത്ത് കൊടുങ്കാറ്റായി മാറുമോ? ഇതാ നിരണം തന്നെ ഏതാണ്ട് 4-5 വള്ളപ്പാടുകൾക്ക് ഇതാ കായംകുളം കായലിലൂടെ പറക്കുകയാണ്, പറന്ന് നീങ്ങുകയാണ്. മനോഹരമായി വെള്ളത്തിൽ തൊടാതെ പറന്നു വരുമ്പോൾ 2-ലൂടെയും 1-ലൂടെയും ചമ്പക്കുളവും പായിപ്പാടും ആരടാ ഇവിടെ വിജയിക്കുക? 1-ലെ ചമ്പക്കുളം. അതെ, ചമ്പക്കുളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് സണ്ണി ജയിക്കപ്പ് ക്യാപ്റ്റന്, ലീഡിംഗ് ക്യാപ്റ്റൻ വൈജോപ്പൻ ചേന്നങ്കരി. ഇല്ല, പായിപ്പാടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് അരുൺ പ്രകാശൻ ക്യാപ്റ്റന്, പുരുഷൻ നാനന്തര ലീഡിംഗ് ക്യാപ്റ്റൻ. ഇതാ പായിപ്പാട് ചമ്പക്കുളം, പായിപ്പാട് ചമ്പക്കുളം. ഇതാ ചമ്പക്കുളം അല്ല പായിപ്പാട്. ഇതാ കുതിക്കുകയാണ്. ചരിത്രങ്ങൾ ഏറെയുള്ള ചമ്പക്കുളവും പായിപ്പാടും, പായിപ്പാട് പായിപ്പാട് ചമ്പക്കുളം, പായിപ്പാടും ചമ്പക്കുളവും കടന്നു പോകുന്നു. മനോഹരമായ ചുണ്ടൻ വള്ളങ്ങളുടെ 3-ാം ഹീറ്റ്സ് അവസാനിക്കുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5-ാം സീസണിലെ 8-ാം ജലയുദ്ധത്തിന്റെ പരീക്ഷണ തുഴച്ചിൽ കഴിയുകയാണ്, അല്ലെങ്കിൽ ഹീറ്റ്സ് മത്സരങ്ങൾ കഴിയുകയാണ്. ഇത് ജലയുദ്ധമായിരുന്നു. ഈ മത്സ്യകന്യകയ്ക്ക് മുൻപില് കായംകുളം കായല് പിടിച്ചടക്കാൻ വന്നവര് കായംകുളം കായലിന്റെ അടിത്തട്ട് ഇളക്കി മറിച്ച് രോമാഞ്ചത്തിന്റെ നിമിഷങ്ങൾ
നിമിഷങ്ങളായി മാറിയ നിമിഷങ്ങള്. അങ്ങനെ ഹീൽസ് മത്സരങ്ങള് പ്രഗത്ഭരായ 9 ജലരാജാക്കന്മാര് കൈനകരിയും അതേ താഴത്തങ്ങാടിയും പിറവവും കോട്ടപ്പുറവും പുളുങ്കുന്നും കരുവാറ്റായും പാണ്ടനാടും കഴിഞ്ഞ് ഇതാ കായംകുളം രാജാവിൻ്റെ അല്ലെങ്കിൽ കായംകുളത്ത് ചെമ്പകശ്ശേരി രാജാവും കായംകുളം രാജാവും യുദ്ധത്തിൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിന്ന പടക്കപ്പലുകൾ അവർ രൂപം മാറി അല്ലെങ്കിൽ ആ രൂപത്തിൽ വീണ്ടും ജലയുദ്ധത്തിലേക്ക് കായംകുളത്തിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ ജലോത്സവ ലോകമെമ്പാടും ഇത് വീക്ഷിക്കുകയാണ്. ഈ വീക്ഷണത്തിൽ തീർച്ചയായും 5ാം സീസണിൽ മനോഹരമായി ഇത്ര ഗംഭീരമായി മത്സരങ്ങൾ നടക്കുമ്പോൾ പ്രധാന പവലിയനിലേക്ക് ഞങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായി മൈക്ക് കൈമാറുകയാണ്. ബഹുമാന്യരെ, ചാമ്പ്യൻസ് ബോൾ ലീഗ് സീസൺ 5ന്റെ 8ാമത് കായംകുളം ജലോത്സവം അത്യന്തം വാശിയേറിയ ഹീൽസ് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ പങ്കെടുക്കുന്ന നമ്മുടെ 9 ചുണ്ടൻ വള്ളങ്ങളോടും അതിൽ പങ്കെടുക്കുന്ന ടീമിനോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ ഫൈനൽ മത്സരങ്ങൾ കൃത്യം 3:45 തന്നെ ആരംഭിക്കും. ഇവിടെ ഈ കായലിലെ വെള്ളത്തിൻ്റെ വേലിയിറക്കവും വേലിയേറ്റവും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ വള്ളത്തിൻ്റെ തുഴച്ചു നടക്കേണ്ടത്. സമയം അതിക്രമിച്ചാൽ വള്ളം തുഴഞ്ഞെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് വളരെ കർക്കശമായി ബന്ധപ്പെട്ട മുഴുവൻ ടീമുകളെയും അറിയിക്കുന്നു. കൃത്യം 3:45 സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വള്ളം പിടിക്കാൻ എല്ലാ ക്ലബ്ബുകളും ചുണ്ടൻ വള്ളങ്ങളും തയ്യാറെടുക്കണം. 3:45 തന്നെ ഫൈനൽ മത്സരം നടത്താൻ ആവശ്യമായ ക്രമീകരണം നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ ഒഫീഷ്യൽസും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം. ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സും അതിനാവശ്യമായ സഹായം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ കായംകുളം കായലിലെ ജലവിധാനവുമായി ബന്ധപ്പെട്ട് വേലിയിറക്കമുണ്ടായാൽ തുഴഞ്ഞ് വള്ളങ്ങൾക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഈ അറിയിപ്പ് വളരെ കർക്കശമായി പറയുന്നത്. ചുണ്ടൻ വള്ളങ്ങളും ക്ലബ്ബുകളും അത് പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, സംസ്ഥാന സർക്കാർ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ 5ാമത്തെ എഡിഷൻ്റെ 8ാമത്തെ മത്സരമാണിന്ന് കായംകുളം കായലിൽ അതിമനോഹരമായി ജലാശയത്തിൽ അരങ്ങേറുന്നത്. കായംകുളം നഗരത്തോട് ചേർന്ന് തൊട്ടുരുമിക്കിടക്കുന്ന ഈ ജലാശയത്തിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന ഈ ഗവൺമെൻറ് പദ്ധതി കേരളത്തിലെ തൃശ്ശൂർ മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിലായി ജലമേളകളെ ഒരു ലീഗ് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച് IPL മാതൃകയിൽ ജലമേളകളുടെ മത്സരത്തിൻ്റെ നിലവാരവും അതിൻ്റെ പ്രാധാന്യവും ലോകമെമ്പാടും എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഇത്തരത്തിലൊരു ഉദ്യമവുമായി മുന്നോട്ട് വന്നത്. പൂർണ്ണമായി സർക്കാർ പരിപാടിയായി സംഘടിപ്പിക്കുന്ന ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഒരു വൻപിച്ച വിജയമാക്കി തീർക്കുവാൻ
സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും പ്രാദേശിക സംഘാടക സമിതികളും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. അത്യന്തം വാശിയോടെ എല്ലാ മത്സരങ്ങളും സംഘടിപ്പിക്കുവാനും അത് പൂർണ്ണ വിജയത്തിലെത്തിക്കുവാനും നിമിഷാർത്ഥങ്ങളുടെ പോലും വ്യത്യാസമില്ലാതെ ഒരു സെക്കൻഡിന്റെ 100-1 പോലും വ്യത്യാസത്തിലല്ലാതെ വരുന്ന അത്യന്തം വാശിയേറിയ ഈ മത്സരം തികഞ്ഞ സാങ്കേതിക തികവോടെ സംഘടിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ ഇതിൻ്റെ സംഘാടക സമിതി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്കും സഹായത്തിനും കലവറയില്ലാത്ത സഹകരണത്തിനും സംസ്ഥാന സർക്കാർ, സംസ്ഥാന ടൂറിസം വകുപ്പ് നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. അടുത്ത ശനിയാഴ്ച കല്ലടയിൽ ഇതിൻ്റെ 9ാം മത്സരവും അതിനുശേഷം പ്രഖ്യാപിക്കുന്ന തീയതിയിൽ കൊല്ലത്ത് സമാപനവും നടത്തപ്പെടുന്നതാണ്. ഈ ജലമേള സംഘടിപ്പിക്കാൻ കേരളത്തിൽ ഉടനീളം ഇത് സംഘടിപ്പിക്കുവാൻ സംസ്ഥാന ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, ഈ ജലോത്സവ രംഗത്തെ പ്രമുഖരായ ഒഫീഷ്യൽസ്, മറ്റ് പ്രാദേശിക സംഘാടകർ, നമ്മുടെ MLA-മാർ, ജനപ്രതിനിധികൾ എല്ലാം വേണ്ടുവോളം ഇതിനെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരോടും സംസ്ഥാന സർക്കാർ, സംസ്ഥാന ടൂറിസം വകുപ്പ്, CBL കമ്പനി നന്ദി അറിയിക്കുന്നു. എനിക്ക് മുമ്പ് പ്രമോദ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ ജലാശയത്തിൻ്റെ വേലിയിറക്കം ഇപ്പോൾ തുടങ്ങിയ സമയമാണ്. കൂടുതൽ വേലിയിറക്കം രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ജലമേളയുടെ ഫൈനൽ നടത്തണം. വലിയ വാശിയേറിയ മത്സരമാണ്. ഒരു ചെറിയ വ്യത്യാസം പോലും നിർണായകമാകുന്ന മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് വലിയ വിശ്രമ വേള ഉപയോഗിക്കാതെ 3:45 തന്നെ വള്ളങ്ങൾ തയ്യാറായി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുകയും നമുക്ക് ഉടൻ തന്നെ ഫൈനൽ നടത്തി വിജയികൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 5 ലക്ഷവും 3 ലക്ഷവും 1 ലക്ഷവും അടങ്ങുന്ന സമ്മാനത്തുകയും സമ്മാനങ്ങളും നൽകി ദേശീയ ഗാനത്തോടെ ഇന്നത്തെ ഈ സർക്കാർ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് തിരശ്ശീല വീഴും. ഒരിക്കൽ കൂടി ഈ മഹാമേള സംഘടിപ്പിക്കാൻ സഹായിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഉടൻ തന്നെ ഫൈനൽ നടത്തണം. അധികം വിശ്രമമില്ലാതെ എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തണം. നമുക്ക് 4 മണിക്ക് തന്നെ കഴിയുന്നതും ഇത് സമ്പൂർണ്ണ വിജയത്തോടെ സമാപിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ നിർവഹിക്കണം എന്നുകൂടി അറിയിക്കുന്നു. കമന്റ്.
ആരംഭിക്കും. ഫൈനൽ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ട ചുണ്ടൻ വള്ളങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റിസൾട്ട് ഔദ്യോഗികമായിട്ട് ഇവിടെ പറയും. നമ്മുടെ CBLന്റെ ചീഫ് കോർഡിനേറ്റർ ശ്രീ RK കുറുപ്പ് ആ റിസൾട്ട് ഇവിടെ ഇപ്പോൾ അനൗൺസ് ചെയ്യും. ബഹുമാനരെ, അത്യന്തം വാശിയോടെ ഇന്ന് ഈ കായംകുളം കായലിൽ നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ 5ാമത് എഡിഷൻ്റെ 8ാമത്തെ മത്സരം ഫൈനലിലേക്ക് കടക്കുകയാണ്. നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ നടന്ന പ്രാഥമിക മത്സരത്തിൽ ആര് ജയിച്ചു എന്നത് നഗ്നനേത്രങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയാത്തത്ര വളരെ അടുത്ത മത്സരങ്ങളായിരുന്നു. ഇന്നത്തെ മത്സരത്തിൻ്റെ ഫൈനൽ ഫിക്ചർ ഇപ്രകാരമാണ്. ഫസ്റ്റ് ലൂസേഴ്സിൽ 9ാം സ്ഥാനത്ത് പ്രാഥമിക മത്സരത്തിലെത്തിയ ചമ്പക്കുളവും 8ാം സ്ഥാനത്തെത്തിയ പായിപ്പാടനും 7ാം സ്ഥാനത്തെത്തിയ കാരിച്ചാലും തമ്മിലാണ് ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ. ലൂസേഴ്സ് ഫൈനൽ മത്സരം 5ാം സ്ഥാനത്ത് പ്രാഥമിക മത്സരത്തിലെത്തിയ നടുഭാഗവും 6ാമത് വന്ന മേൽപ്പാടവും 8ാമത് വന്ന ചെറുതനയും തമ്മിലാണ്. 4ാമത് വന്ന ചെറുതന ചുണ്ടനും തമ്മിലാണ്. ഇന്നത്തെ വാശിയേറിയ ഫൈനൽ മത്സരം എല്ലാവരുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് വന്ന ഫൈനൽ ഫിക്ചറിൽ ഇന്ന് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് 1ാമത്തെ ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബ് തുഴയുന്ന നിരണം ചുണ്ടനും 2ാമത്തെ ട്രാക്കിൽ നടുവിലെ പറമ്പൻ ചുണ്ടൻ ഇമ്മാനുവേൽ ബോട്ട് ക്ലബ് തുഴയുന്ന നടുവിലെ പറമ്പനും 3ാമത്തെ ട്രാക്കിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി തുഴയുന്ന ബീയപുരം ചുണ്ടനും തമ്മിലാണ്. ഫസ്റ്റ് ലൂസേഴ്സിൽ ചമ്പക്കുളവും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബും കുമരകം ബോട്ട് ക്ലബിൻ്റെ പായിപ്പാടനും കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിൻ്റെ കാരിച്ചാലും തമ്മിലും. ലൂസേഴ്സ് ഫൈനൽ പുന്നമട ബോട്ട് ക്ലബിൻ്റെ നടുഭാഗവും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ മേൽപ്പാടവും തെക്കേക്കര ബോട്ട് ക്ലബിൻ്റെ ചെറുതനയും തമ്മിലാണ്. ഇന്നത്തെ ഫൈനൽ മത്സരം നിരണം ബോട്ട് ക്ലബിൻ്റെ നിരണം ചുണ്ടനും